നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മാർച്ച് 12 ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രമുഖ പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: നീറ്റ് UG ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഭേദഗതി ചെയ്തു. സൈനിക കോളേജുകളിൽ BSc നഴ്സിംഗ്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ പ്രധാന തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നു: നീറ്റ് UG 2024 ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഭേദഗതി ചെയ്തു. സിലബസ് മാറ്റം ബാധകം. 2023 മറ്റ് വ്യവസ്ഥകൾ തുടരും. 2024 നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് നീറ്റ് UG ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഭേദഗതി ചെയ്ത് പ്രസിദ്ധീകരിച്ചു. നീറ്റ് UG 2024 വരുത്തിയ മാറ്റങ്ങൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയുടെയും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെയും നിർദ്ദേശപ്രകാരം 1 വർഷത്തേക്ക് മാറ്റിവെച്ചതായി NTA അറിയിച്ചിരിക്കുന്നു. 2023 നീറ്റ് UGയുമായി താരതമ്യം ചെയ്യുമ്പോൾ സിലബസിൽ ഒഴികെ 2023 വ്യവസ്ഥകളിൽ ഒരു മാറ്റവും 2024 ഉണ്ടായിരിക്കുന്നതല്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭേദഗതി വരുത്തിയ നീറ്റ് UG 2024 ഇൻഫർമേഷൻ ബുള്ളറ്റിൻ exams.nta.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഭേദഗതി പ്രകാരം നീറ്റ് UG 2024 യോഗ്യത നേടാൻ അപേക്ഷാർത്ഥി നീറ്റ് UG 2024 50ാം പെർസെൻറ്റൈൽ സ്കോർ നേടണം. അതായത് ഏത് സ്കോറിന് മുകളിലാണോ അല്ലെങ്കിൽ താഴെയാണോ പരീക്ഷ എഴുതിയവരിൽ 50% പേരുടെയും സ്കോർ വരുന്നത്, ആ സ്കോറാണ് 50ാം പെർസെൻറ്റൈൽ സ്കോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരീക്ഷാ മൂല്യനിർണ്ണയം കഴിഞ്ഞേ ഇത് എത്രയെന്ന് വ്യക്തമാക്കുകയുള്ളൂ. നീറ്റ് UG 2024 ഒന്നിൽ കൂടുതൽ പേർക്ക് ഒരേ സ്കോർ ലഭിച്ചാൽ ബയോളജിയിൽ ഉയർന്ന മാർക്ക് ലഭിച്ചയാൾക്ക് ഉയർന്ന റാങ്ക് അനുവദിക്കും. ടൈ തുടർന്നാൽ കെമിസ്ട്രിയിലെയും അതിനുശേഷവും ടൈ തുടർന്നാൽ ഫിസിക്സിലെയും മാർക്ക് അടിസ്ഥാനമാക്കി പരിഗണിക്കുന്ന ആ വിഷയത്തിൽ കൂടിയ മാർക്കുള്ള പരീക്ഷാർത്ഥിക്ക് ഉയർന്ന റാങ്ക് ലഭിക്കും. അതിനുശേഷവും ടൈ തുടർന്നാൽ ഉയർന്ന റാങ്ക് നൽകാൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും പരിഗണിക്കുന്ന ഘടകങ്ങൾ താഴെ പറയുന്നവയായിരിക്കും. ബയോളജിയിൽ തെറ്റിച്ച ഉത്തരങ്ങളുടെയും ശരിയാക്കിയ ഉത്തരങ്ങളുടെയും അനുപാതമാണ് ആദ്യം പരിശോധിക്കുക. രണ്ടാമത്, കെമിസ്ട്രി വിഷയത്തിൽ തെറ്റിച്ച ഉത്തരങ്ങളുടെയും ശരിയാക്കിയ ഉത്തരങ്ങളുടെയും അനുപാതം പരിശോധിക്കും. മൂന്നാമത്, ഫിസിക്സിൽ തെറ്റിച്ച ഉത്തരങ്ങളുടെയും ശരിയായ ഉത്തരങ്ങളുടെയും അനുപാതം പരിശോധിക്കുന്നു. നീറ്റിന് അപേക്ഷ നൽകുവാനുള്ള സമയപരിധി മാർച്ച് 16 രാത്രി 10:50 വരെ നീട്ടിയിട്ടുണ്ട്. ഫീസ് അടയ്ക്കാൻ അതേ ദിവസം രാത്രി 11:50 വരെ സമയമുണ്ടാകും. അപേക്ഷയിലെ പിശകുകളുടെ തിരുത്തൽ, പരീക്ഷാ കേന്ദ്രങ്ങൾ സംബന്ധിച്ച മുൻകൂർ അറിയിപ്പ്, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡിംഗ്, ഫലപ്രഖ്യാപനം എന്നിവയുടെ തീയതികൾ നീറ്റ് അപേക്ഷാ പോർട്ടലിൽ യഥാസമയം പ്രസിദ്ധപ്പെടുത്തും. ഇനി ഇന്നത്തെ മാധ്യമം പത്രം പരിശോധിക്കുമ്പോൾ ജാലകം പേജിൽ ഒരു ചെറിയ കോളത്തിൽ വാർത്ത കൊടുത്തിരിക്കുന്നു: സൈനിക കോളേജുകളിൽ BSc നഴ്സിംഗ്. കരസേനയുടെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ് AFMS നഴ്സിംഗ് കോളേജുകളിൽ 2024 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സ് പ്രവേശനം ആഗ്രഹിക്കുന്ന വനിതകൾക്ക് നീറ്റ് UG 2024 നിർബന്ധമായും യോഗ്യത നേടിയിരിക്കണം. വിജ്ഞാപനം www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ യഥാസമയം പ്രസിദ്ധീകരിക്കുന്നു. മറ്റൊരു വാർത്ത പറയുന്നു: വെറ്ററിനറി കോഴ്സ് അഖിലേന്ത്യാ കോട്ട പ്രവേശനത്തിന് നീറ്റ് UG ആവശ്യമാണ്. രാജ്യത്തെ അംഗീകൃത വെറ്ററിനറി കോളേജുകളിൽ ബാച്ചിലർ ഓഫ് വെറ്ററിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി കോഴ്സിൽ 15% അഖിലേന്ത്യാ കോട്ട സീറ്റുകളിൽ 2024-25 വർഷത്തെ പ്രവേശനം നീറ്റ് UG 2024 മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് വെറ്ററിനറി കൗൺസിൽ ഓഫ് ഇന്ത്യ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.